ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു വീഡിയോ ഫയൽ ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഫയലിൻ്റെ ആസ്പെക്ട് റേഷ്യോ ചേഞ്ച് ചെയ്യേണ്ടി വരും. അതായത് ചിലപ്പം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫോർമാറ്റിലായിരിക്കും ആ ഒരു വീഡിയോ ഉണ്ടാവുക. അതായത് വിഡ്ത്ത് കൂടുതലും ഹൈറ്റ് കുറവൊക്കെ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് അതേ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി വരും. ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയൊക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. അതായത് ഹൈറ്റ് കൂടുതലും വിഡ്ത്ത് കുറവൊക്കെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ആസ്പെക്ട് റേഷ്യോ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വീഡിയോയുടെ ആസ്പെക്ട് റേഷ്യോ എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ഈ കാര്യങ്ങൾ ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം വീഡിയോ കൺവേർട്ട് എന്നുള്ളത് സെർച്ച് ചെയ്യുക. വീഡിയോ കൺവേർട്ട് എന്നുള്ളത് സെർച്ച് ചെയ്താൽ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് കാണാൻ പറ്റും, freeconvert.com. ആ ഒരു വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു പേജിൽ എത്തുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അവിടുന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു വെബ്സൈറ്റിലോട്ട് എത്താവുന്നതാണ്. എന്തായാലും ഇതിൽ ചൂസ് ഫയൽസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഫ്രം ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫയൽസ് എന്നുള്ള സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്താൽ നിങ്ങളുടെ ഗാലറിയിൽ നിങ്ങൾ എത്തുന്നതായിരിക്കും. ഗാലറിയിൽ നിന്ന് ഇഷ്ടമുള്ള വീഡിയോ സെലക്ട് ചെയ്യുക. ഞാനൊരു എക്സാമ്പിളിന് ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഏത് ഫോർമാറ്റിലാണ് വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോർമാറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനൊരു എക്സാമ്പിളിന് MP4 സെലക്ട് ചെയ്യാണ്. പിന്നെ ആസ്പെക്ട് റേഷ്യോ നമുക്ക് ചേഞ്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ കുറേ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് റീസൈസ് വീഡിയോ എന്നുള്ള ഓപ്ഷനിലാണ്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നോ ചേഞ്ച് എന്നുള്ളത് മാറ്റിയിട്ട് ചേഞ്ച് ആസ്പെക്ട് റേഷ്യോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഇവിടെ താഴെ ആസ്പെക്ട് റേഷ്യോ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇഷ്ടമുള്ള ആസ്പെക്ട് റേഷ്യോ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ 9:16 എന്നുള്ളത് സെലക്ട് ചെയ്യാണ്. ഇത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു ആസ്പെക്ട് റേഷ്യോ ആണ്. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള 16:9 വീഡിയോ ആണ്. എന്തായാലും അത് കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെയാണ് ഈ ഒരു വീഡിയോ ഫിറ്റ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് മുകളിലും താഴെയും ആ ഒരു ബ്ലാക്ക് ബാർ കാണുന്നുണ്ടെങ്കിൽ നോ ചേഞ്ച് കൊടുക്കാവുന്നതാണ്. അല്ല നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. ഞാൻ എക്സാമ്പിളിന് സ്കെയിൽ കൊടുക്കുകയാണ്. പിന്നെയും വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഇത് ഇഷ്ടത്തിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. എന്തായാലും അപ്ലൈ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞാൽ ഇവിടെ താഴെ കൺവേർട്ട് ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു പേജിൽ എത്തുന്നതായിരിക്കും. പെട്ടെന്ന് തന്നെ ആ ഒരു വീഡിയോ കൺവേർട്ടായിട്ട് വരുന്നതായിരിക്കും. ഇപ്പം ആ ഒരു വീഡിയോ കൺവേർട്ടായി വന്നിട്ടുണ്ട്. ഇനി ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫയൽ ഡൗൺലോഡ് ആവുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ആ ഒരു ഫയൽ ഡൗൺലോഡ് ആവുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് ആ ഒരു ഫയൽ. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞു 16:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലായിരുന്നു ആ ഒരു വീഡിയോ ഉണ്ടായിരുന്നത്. ഇപ്പം അത് 9:16 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിൽ ആയിട്ടുണ്ട്. അപ്പം ഞാൻ സ്കെയിൽ കൊടുത്തത് കൊണ്ടാണ് ഇങ്ങനെ നീണ്ടു വന്നിട്ടുള്ളത്. ഇനി നോ ചേഞ്ചസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കറക്റ്റായിട്ട് ഇവിടെ പ്ലേ ആവുന്നതായിരിക്കും. മുകളിലും താഴെയും കറുപ്പൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോർമാറ്റിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു വീഡിയോയുടെ ആസ്പെക്ട് റേഷ്യോ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.